ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ അതുപോലെ രാത്രി പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോകണം, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിൽ ആലുവ അമ്പാട്ടാവിലാട്ടോ പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴി കുഞ്ഞുങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ ഓർത്ത് കയറിയതാണ് കേട്ടോ കടയിലേക്ക്. എൻ്റെ അമ്മ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളും വയസ്സായവരൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ കൈയും വീശി പോകാൻ പാടില്ലെന്ന്. അപ്പോൾ നമ്മൾ സ്നാക്സും ചോക്ലേറ്റൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നേരെ അമ്പാട്ടാവിലെത്തി. അവളോട് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവളുടെ മുഖത്ത് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണാനില്ല ഗൈസ്. എന്നാൽ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കുട്ടിപ്പട്ടാളംസൊക്കെ അതേ മൂളിയും താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ആമയെ കണ്ട് സന്തോഷം കേട്ടോ ആ മുഖത്ത് കാണുന്നത്. ആമ പിന്നെ അതേ ചേച്ചിക്കും ചേട്ടനൊക്കെ ചോക്ലേറ്റ് കൊടുത്തുട്ടോ. എന്തായാലും ഇതുവരെ കുട്ടിക്ക് ആർക്കൊന്നും കൊടുക്കാനുള്ള മടിയൊന്നും കാണിച്ചിട്ടില്ല, എല്ലാവർക്കും എല്ലാം കൊടുക്കും കേട്ടോ. അപ്പോൾ അവരതേ അവിടെ കഥയും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നാത്തൂൻ്റെ ചായ ഇടാൻ വേണ്ടി പോയി. പിന്നെ ഞാനും പുറകെ പോയിട്ട് ഞങ്ങൾ കുറച്ച് കൊതി നുണയൊക്കെ പറഞ്ഞിട്ടിരുന്നു ഗൈസ്, കുറച്ച് ദിവസം കൂടി കാണുന്നതാണല്ലോ. അപ്പോൾ അവൾ ചായ ഇടുന്നതിന് പരീക്ഷണം ആവുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ കളയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവളുടെ നാത്തൂൻ്റെ കുട്ടികൾ അവിടെ ഉണ്ടായിട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ 4 പേരുടെ മൊത്തത്തിൽ കളിയായി. 5 പേരുണ്ടല്ലോ അല്ലേ, 5 പേരുടെ കളിയായി കാര്യമായി എല്ലായി. അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോൾ ആമി തിരിച്ചു വരുന്നില്ല, അവിടെ നിൽക്കാത്രേ. ഐസ്ക്രീം വാങ്ങിത്തരാന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുട്ടിക്ക് ആലുവ മണപ്പുറത്ത് കണ്ടപ്പോൾ പറ്റില്ല കേട്ടോ, അവരെൻ്റെ ഒക്കെ ചാടി കയറി. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടാറ്റയെ കൊടുത്ത് നേരെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ള ടാറ്റ ബൈ, സീ യു.